ഹലോ ഗായ്സ്, നമ്മൾ ഒരു മദേഴ്സ് ഡേ ഗിഫ്റ്റ് ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഗെറ്റ് റെഡി, ഗോ. കപ്പ്, സ്റ്റാപ്ലർ, പെയിൻറ്റ് വേറെയൊക്കെ എടുക്കുക. എന്നിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്യുക. പക്ഷെ പെയിൻറ്റ് ചെയ്യണ്ട. എന്താ സംഭവിച്ചാൽ അറിയാം, ബ്ലാക്ക് കളറായതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അപ്പം ഞാൻ സ്കെച്ച് പേപ്പറിന്മേൽ കളർ ചെയ്ത് ഒട്ടിക്കാൻ വിചാരിച്ച്, കട്ട് ചെയ്ത് ഒട്ടിക്കാൻ വിചാരിച്ച് ഞാൻ ഈ കളറാണ് ഉപയോഗിക്കുന്നത്. കുറേ കളറിങ്ങിന് ശേഷം ഫൈനലി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒട്ടിക്കാൻ നോക്കുകയാണെങ്കിലോ കഴിക്കുന്നുമില്ല. ഭയങ്കര പണിയങ്ങൾ അറിയാണെ മാത്രം ഒട്ടിച്ചാൽ ഭയങ്കര പണിയാണ്. എന്താ നല്ല കളറാണ് ഒട്ടിക്കൊന്നും വേണ്ട. കളർ പേപ്പർ ബ്ലാക്കും ബ്രൗണും. ഇതാരാണ് അറിയുന്നത്? ഇത് മിലു ആണ്, എൻ്റെ സിസ്റ്ററാണ്. അവളെ പേര്, അവൾക്ക് ഭയങ്കര കുസൃതിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഓളെയും നോക്കണം. മില, അത് യെല്ലോ പേപ്പർ ഫൈനലി കണ്ടിട്ട് കളർ പേപ്പർ ഇല്ലേനു. അപ്പം ഞാൻ നേരത്തെ കളർ ചെയ്തൊട്ടിച്ചു. കളർ പേപ്പർ കിട്ടി ഫൈനലി. ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രസമില്ല. നിങ്ങൾ പ്രൊഫഷണൽ ആണെങ്കിൽ ഒട്ടിച്ചാൽ മതി. ഞാനത്ര പ്രൊഫഷണലൊന്നല്ല. ഞാൻ കുറച്ച് സ്കെച്ചാണ് മദേഴ്സ് ഡേ എഴുതിക്ക്. ഹാപ്പി മദേഴ്സ് ഡേ. കട്ട് ചെയ്യാൻ ഇവിടെ കട്ട് ചെയ്യണം. നിങ്ങൾ വിചാരിക്കണ്ടോ ഇവിടെ കട്ട് ചെയ്യണം? ഇവിടെ ഇങ്ങനെ മടക്കി കട്ട് ചെയ്യണം. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് എന്ത് ചെയ്യണം വിചാരിക്കണ്ടോ? അതൊരു ബാസ്ക്കറ്റിന്റെ ഹാൻഡിൽ മാതിരി എന്താ കൊടുക്കണം. സ്റ്റാപ്ലർ വേണം, പക്ഷേ സ്റ്റാപ്ലർ ഇല്ല. അതാണ് പ്രശ്നം. ഞാൻ കുറേ തപ്പി. ഇവിടെ പിന്നെ അടിക്കണം. ഇതാകണ്ട സ്റ്റാപ്ലർ ഇല്ല. സ്റ്റാപ്ലർ അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും തപ്പി. ഞാൻ എല്ലായിടത്തും ചിലപ്പോൾ മിലു ബേബി എടുത്തിട്ടുണ്ടാവും. മിലുൻ്റെ സിസ്റ്റർ എടുത്തിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. എന്നിട്ട് ഇതാണ് എൻ്റെ മദേഴ്സ് ഡേ. എന്തായാലും കൊടുക്കൂല, ഉറപ്പാ. കാരണം കളർ പേപ്പർ ഒട്ടിക്കാത്തതാണ് നല്ലത്. നല്ല കപ്പിന് നല്ല കളറാണ്. കപ്പിനെങ്കിൽ കൊടുക്കൊന്നും വേണ്ട. ഇത് ബ്രൗൺ നിങ്ങൾ ചെയ്താൽ ചിലപ്പോൾ പെർഫെക്റ്റ് ആവും. പക്ഷേ ഞാൻ ചെയ്തത്